കേരളത്തിൽ പോളിംഗ് ശതമാനം കുറയുവാൻ കാരണമെന്ത്? ദേശീയ നേതാക്കളെ അടക്കം പലതവണ ഇറക്കി പ്രചരണം നടത്തിയിട്ടും താരപ്രചാരകർ അടക്കം കളത്തിലിറങ്ങി കസരത്ത് നടത്തിയിട്ടും കേരളത്തിൽ പോളിംഗ് ശതമാനം കുത്തനെ ഇടിയുവാൻ കാരണമെന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ പലതരത്തിലുള്ള പരസ്യ പ്രചാരണ പരിപാടികൾ നടത്തിയിട്ടും പോളിംഗ് ശതമാനം എന്തേ വളരെയേറെ കുറഞ്ഞുപോയത്? ഇത് എന്തിൻ്റെ സൂചനയാണ്? കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും തണുപ്പൻ പോളിംഗിനാണ് ഇത്തവണ കേരളം സാക്ഷ്യം വഹിച്ചത്. 2019 77.51% പോളിംഗ്. ഇത്തവണ പോളിംഗ് ദിനത്തിൽ രാത്രി വൈകിയുള്ള കണക്കനുസരിച്ച് അത് 70.35% കുറഞ്ഞു. അതായത് 7.16% കുറവ്. വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം ആകെയുള്ള വോട്ടർമാർ 2,77,49,159. ആകെ വോട്ട് ചെയ്തവർ 1,97,48,764. ഏതാണ്ട് 29% ജനങ്ങൾ വോട്ട് ചെയ്യാതെ മാറി നിന്നു. അതായത് 80,395 പേർ വോട്ട് ചെയ്തില്ല. അതുപോലെ എത്ര ശതമാനം നോട്ടയ്ക്ക് വോട്ട് ചെയ്തു എന്നും പഠിക്കേണ്ടതുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 30% പേർ കേരളത്തിൽ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കാളിയായില്ല എന്നർത്ഥം. അത് എന്തുണ്ടായിരിക്കാം? അതുപോലെ പോളിംഗ് ഏറ്റവും അധികം കുറഞ്ഞത് പത്തനംതിട്ട ജില്ലയിലാണ്. 10.95% പോളിംഗ് കുറവായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ വളരെയേറെ ശ്രദ്ധയാകർഷിച്ച ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട ജില്ല. ചാലക്കുടി മുതൽ പത്തനംതിട്ട വരെയുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് ഗണ്യമായി കുറഞ്ഞു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പലരും പോളിംഗ് ശതമാനം ഗണ്യമായി കുറയുവാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണം കാലാവസ്ഥയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് മുതൽ കേരളത്തിൽ പലയിടങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തിയിരുന്നു. പോളിംഗ് ദിനമായ ഇന്നലെ വോട്ടെടുപ്പിനിടെ പലയിടങ്ങളിലായി കുഴഞ്ഞു വീണ് മരിച്ചത് 8 പേർ. മരിച്ചവരിൽ 32 വയസ്സായ യുവാവും ഉൾപ്പെടുന്നു. കോഴിക്കോട് ആദ്യം വന്ന മരണവാർത്ത ബൂത്ത് ഏജന്റിൻ്റെതായിരുന്നു. കേരളത്തിലെ കൊടുംചൂട് പോളിംഗിനെ സ്വാധീനിക്കുമെന്ന് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന് തോന്നിയില്ല. പോളിംഗ് രാവിലെ 5 മുതൽ 10 വരെയും ഉച്ചതിരിഞ്ഞ് 3 മുതൽ വൈകിട്ട് 8 വരെയും ആക്കിയിരുന്നുവെങ്കിൽ പോളിംഗ് ശതമാനവും ഉയർന്നതിനെയും പ്രായവും രോഗവുമുള്ളവർ ബുദ്ധിമുട്ടുകയും ഇല്ലായിരുന്നു. 8 പേർ ഇപ്രകാരം മരിക്കുകയും ഇല്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നിന്നെങ്കിലും ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ അവിടങ്ങളിലുള്ള പോളിംഗ് ശതമാനം ഗണ്യമായി ഉയർത്തുകയും ചെയ്യാം, മരണങ്ങളും ഒഴിവാക്കാം. പോളിംഗ് കുറയുവാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾക്ക് നിലവിലുള്ള പാർട്ടി മുന്നണി അധിഷ്ഠിതമായ സംവിധാനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി എന്നതാണ്. ആര് വന്നാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാൻ വയ്യാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. വികസനമല്ല, വർഗീയതയാണ് അജണ്ട. അടിപടലം വെട്ടലാണ് ഭരണം. ജനങ്ങളെ വെറും വോട്ട് ബാങ്കുകളായി കണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നു. രാജ്യം മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവരാൽ നിർദ്ദേശിക്കപ്പെടുന്ന, അവർ പണമിറക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടുന്ന ഗതികളിലാണ് ജനങ്ങൾ. ഭരണം പിടിക്കുവാൻ എന്ത് ഹീനകൃത്യവും നടത്തുവാൻ മടിയില്ലാത്തവരെ ജനങ്ങൾ ഭയപ്പെടുന്നു. ഭരണഘടന ഏത് നിമിഷവും പൊളിച്ചെഴുതപ്പെടാം എന്നവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പലരും രാജ്യം വിടുന്നു. ജനങ്ങളുടെ ഈ ഉൾവലിയിലാണ് പോളിംഗ് ശതമാനത്തിലുള്ള വൻ ഇടിവിൻ്റെ മറ്റൊരു സുപ്രധാന കാരണം. കോഴയും സംഭാവനയും ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയും BJP സഹസ്രകോടികൾ പിരിച്ച് അത് തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കിയപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ട കോൺഗ്രസിൻ്റെ നില പരിതാപകരമായിരുന്നു. കള്ളപ്പണം എയർ, റെയിൽ, റോഡ് മാർഗം കടത്താതിരിക്കുവാൻ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയതും പ്രതിപക്ഷത്തിൻ്റെ പ്രചരണത്തിൻ്റെ പൊലിമ കുറച്ചു. ചെറിയൊരു പരിധിവരെ ഇതും പോളിംഗിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ ജയിലിലാക്കിയതും തീവട്ടി വിജയനെ അരിയിട്ട് വാഴിച്ചതും ജനാധിപത്യ വിശ്വാസികളുടെ ചങ്ക് തകർത്തു. താമര വിരിയിക്കുവാൻ നടത്തിയ സെറ്റിൽമെന്റ് രാഷ്ട്രീയം മെനകെട്ട അരമന നിരങ്ങൾ ജനങ്ങളിൽ മനം പുരട്ടൽ ഉളവാക്കി. പ്രത്യക്ഷമായും പരോക്ഷമായും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും പോളിംഗ് ശതമാനത്തെ സാരമായി ബാധിച്ച മറ്റൊരു ഘടകമാണ്. ജോലിക്കും പഠനത്തിനുമായി വിദേശത്തേക്ക് കടക്കുന്നവരുടെ എണ്ണത്തിൽ
വൻ വർധനവാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ദൃശ്യമായത്. പ്രത്യേകിച്ച് എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിലാണ് കുടിയേറ്റത്തോത് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. കേരളത്തിലെ മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളിൽ 33% പേരും ജോലിക്കും പഠനത്തിനുമായി മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കുടിയേറിയവരാണ്. വരും വർഷങ്ങളിൽ ഇതിൻ്റെ തോത് ഉയരുവാനാണ് എല്ലാ സാധ്യതയും കാണുന്നത്. കാരണം യുവാക്കളിൽ അത്രത്തോളം അരക്ഷിതാവസ്ഥ വളർന്നു കഴിഞ്ഞു. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള വ്യഗ്രതയിലാണ് അവർ. തലയിൽ വലിയ കെട്ടും കെട്ടി നിന്ന് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവർ നിന്ന് തള്ളിമറിക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾക്ക് വെറുപ്പാണ്. ജനാധിപത്യത്തോട് തന്നെ വിരക്തി തോന്നുന്ന ഒരുതരം പൊളിറ്റിക്കൽ ഫ്രിജിഡിറ്റി അവരെ ബാധിച്ചു കഴിഞ്ഞു. ദേശീയ സംസ്ഥാന സർക്കാരുകൾക്ക് എതിരായ ശക്തമായ ഒരു വികാരം ഒരു വിഭാഗം വോട്ടർമാരെ നിശബ്ദമാക്കുന്നത് യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ കേരളത്തിൽ ആരെയൊക്കെ ജയിപ്പിച്ചാലും കൊലകൊല്ലികൾ തന്നെ വീണ്ടും വന്ന് നമ്മെ ബലാത്സംഗം ചെയ്യും. അതുകൊണ്ട് നിലവിളിക്കുന്നതിനേക്കാൾ മിണ്ടാതെ കിടക്കുന്നതാണ് നല്ലതെന്ന് അവർ കരുതുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് 80 ലക്ഷത്തിലധികം ആളുകൾ കേരളത്തിൽ വോട്ടിംഗ് പ്രക്രിയയിൽ നിന്ന് വിട്ടുനിന്നത്. പോളിംഗ് ശതമാനം കീഴ്പോട്ടാണെങ്കിലും എല്ലാ തീവട്ടി മുന്നണികളും വളരെയേറെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ആരോട് ചോദിച്ചാലും 20 സീറ്റും ഞങ്ങൾക്ക് ഉറപ്പാണ് എന്നാണ് അവർ പറയുന്നത്. ഫലപ്രഖ്യാപനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്ന നിമിഷം വരെ ഇവറ്റകൾ ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും എന്നതാണ് സഹിക്കുവാൻ പറ്റാത്ത കാര്യം. എന്നിട്ട് യാതൊരു ഒളിപ്പുമില്ലാതെ, യാതൊരു ഭാവവ്യത്യാസങ്ങളുമില്ലാതെ നിന്ന് പറയും, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അന്തർധാരയുണ്ടായി, അടിയൊഴുക്കുണ്ടായി, അട്ടിമറിയുണ്ടായി എന്നൊക്കെ. ഇതൊക്കെ കണ്ട് സഹികെട്ടാണ് ജനങ്ങൾ വോട്ടിങ്ങെ വെറുത്തു തുടങ്ങിയത്. ഏത് മോന്മാർ വന്നാലും ഞങ്ങൾക്കെന്താ കോപ്പ എന്നാണ് സാധാരണക്കാരൻ്റെ ചോദ്യം. ജനാധിപത്യ സംവിധാനത്തിലെ 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഈ മുടക്കമില്ലാത്ത താരിപ്പിന് ഇന്നലെ കൊണ്ട് ഒരു സമാപനമായി. പോളിംഗ് കൂടിയാലും കുറഞ്ഞാലും ഏതെങ്കിലും തീവട്ടി സഖ്യം ജയിക്കും. അവർ സർക്കാർ ഉണ്ടാക്കുകയും നമ്മെ ഭരിക്കുകയും ചെയ്യും. ജനങ്ങൾ സ്ക്രൂ ചെയ്യപ്പെടാൻ തയ്യാറായി കിടന്നുകൊള്ളുക, അതാണ് നമ്മുടെ വിധി. പക്ഷേ അടുത്ത 5 കൊല്ലം കൊണ്ടെങ്കിലും നമുക്കൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുവാൻ കഴിയണം, മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കണം. നിലവിലെ പാർട്ടിസാൻ പൊളിറ്റിക്സ് തകരണം. പകരം കഴിവുള്ള വ്യക്തികളുടെ കൂട്ടായ്മ രൂപീകരിക്കപ്പെടണം. ട്രോജൻ കുതിരകൾ ബിരിയാണി പൊതിയുമായി, ഇവരുടെ ബി ടീമായി നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇറങ്ങി വന്നേക്കാം. അവറ്റകളെയും ആട്ടി അകറ്റി നിർത്തണം. അതിന് നമുക്ക് സാധിക്കണം, സാധിച്ചേ തീരൂ. ആ മാറ്റത്തിനുള്ള സമയമായി. വോട്ട് ചെയ്യാത്ത കേരളത്തിലെ ആ നിശബ്ദരായ 80 ലക്ഷം പേർ നമ്മോട് പറയുന്നത് അതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.